എന്ത് പറ്റി? എന്ത് പറ്റിയെന്ന്? വെള്ളം ഒഴുക്കിക്കൊണ്ടിരിക്കുകയാണോ? വെള്ളം ഒഴുക്കിക്കൊണ്ടിരിക്കുകയാണോ? സ്കൂളിൽ നമ്മൾ ജമ്പിങ് ഒന്നും പഠിച്ചിട്ടില്ല, അത് കാരണം നമുക്ക് ജമ്പ് ചെയ്യാനും അറിയത്തില്ല. അതിന്റെ അധികാരികളെ കൊണ്ട് ചെയ്യില്ല. ഇത് നിങ്ങൾ ഇവിടുത്തെ ജോലിക്കാരാണോ? ഇതിങ്ങനെ ചാടിക്കയറണം. അല്ലാത്ത ഇത് ആരോടും പറഞ്ഞില്ലേ? ഇത് ഇന്നലെ പോലെ വന്നു. കഴിഞ്ഞ ദിവസം അടക്കാൻ വന്നപ്പോ ഒരു കുഴപ്പമില്ലായിരുന്നു. ഇവിടെ ഈ ഗേറ്റിന്റെ ഇവിടെ നല്ല കുഴപ്പമില്ലായിരുന്നു, വണ്ടി അകത്തേക്ക് കയറി. ഇന്നലെ വന്നപ്പോഴേക്കും ഇങ്ങനെ യാതൊരു സൗകര്യം കണക്കാതെ പൊളിച്ചിട്ട് ജനം വീട് ഇവിടെ ഉണ്ടല്ലോ, ആ വീട് പോലും നോക്കാണ്ട് ഒരു വഴിയില്ലാണ്ടാണ് ചെയ്തത്. ഇത് ആലപ്പുഴ നാഷണൽ ഹൈവേയിൽ ബൈപ്പാസിൽ കൊമ്മാടി ജംഗ്ഷൻ്റെ തെക്ക് ഭാഗത്തുള്ള ഒരു പ്രദേശമാണ്. ആ പ്രദേശത്തിലെ ഒരു വീട്ടിലേക്കുള്ള വഴിയാണ്. കളപ്പുര വാർഡാണ്. ഈ മലയുടെ മേളിൽ നിന്ന് താഴോട്ട് ഇറങ്ങിയിട്ട് വേണം ആളുകൾക്ക് യാത്ര ചെയ്തു പോകാൻ. ആ വരുന്ന അമ്മച്ചിയെ കണ്ടില്ലേ? ആ അമ്മച്ചിയും അമ്മച്ചിയുടെ മോളും ഒക്കെ ഇത് ചാടിക്കടന്ന് വേണം വീട്ടിലേക്കെത്താൻ. വീട്ടിലേക്കെത്തുവാനായിട്ട് ഈ അവസ്ഥയിൽ ഞാൻ നോക്കിയിട്ട് ബോട്ട് വേണ്ടി വരുമെന്നാണ് തോന്നുന്നത്. മനസ്സിലായില്ലേ? ആളുകൾക്ക് ഇത് ജീവിച്ച് മനോനില തെറ്റുന്ന ഒരവസ്ഥയിലാണ്. ഒരു രോഗി താമസിക്കുന്ന വീടാണ്. ആ സർജറി കഴിഞ്ഞിട്ട് കിടപ്പാണ്. അവരെങ്ങനെ ഈ പാലത്തിലൂടെയൊക്കെ പുറത്തേക്ക് പോകുന്നത്? ഈ വരുന്ന സ്ത്രീ, അവരുടെ പേര് ഗീതു എന്നാണ്. ഗീതുവിൻ്റെ വീടാണ് നമ്മൾ നേരത്തെ കണ്ടത്. ഗീതുവിൻ്റെ രാഷ്ട്രീയം ഇടതുപക്ഷം ആയത് തെറ്റാണെന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള നടപടികൾ സ്വീകരിക്കാത്തത് എന്നാണ് ഗീതു പറയുന്നത്. ഒറ്റപ്പെട്ട ഒരു സംഭവമല്ല. ഇവിടെ ആലപ്പുഴ ജില്ലയിലെ ആറാട്ടുവഴി വാർഡിലെ കൊമ്മാടി ബൈപ്പാസിന് സമീപമുള്ള ഒട്ടുമിക്ക വീടുകളിലും വെള്ളം കയറി കിടക്കുകയാണ്. അശാസ്ത്രീയമായ ഓട നിർമ്മാണത്തിൻ്റെ ഭാഗമായി വന്നിട്ടുള്ള വെള്ളക്കെട്ടാണിത്. അതിൽ തന്നെ ചില വീടുകളിൽ മാത്രം ഈ അധികാരികൾ ഏകപക്ഷീയമായിട്ട് അവരെ ഉപദ്രവിക്കുന്ന രീതിയിലുള്ള ഒരു നിലപാടാണ് സ്വീകരിക്കുന്നത്. ഒരമ്മയും മകളും മാത്രം താമസിക്കുന്ന ആ വീട്ടിലേക്ക് യാതൊരു വഴിയും കൊടുക്കാൻ തയ്യാറാകാത്ത രീതിയിലുള്ള അവസ്ഥ അവരുണ്ടാക്കി വച്ചിരിക്കുകയാണ്. എന്തിനാണ് ഇതിൽ രാഷ്ട്രീയം കളിക്കുന്നത് എന്നുള്ളതാണ്. എന്താണ് ഞങ്ങൾ ഇവിടെ തന്നെ ഉള്ള ആളുകളാണ്. സുഹൃത്തുക്കളെ, ഇത് കളപ്പുര വാർഡില് ബൈപ്പാസിന് ചേർന്നോട് ഉള്ള ഒരു ഭാഗമാണ്. ഇവിടെ താമസിക്കുന്നത് ഇപ്പം നമ്മളിപ്പോൾ കടന്നു ചെല്ലുന്ന വീട്ടിലേക്ക് 90 വയസ്സുള്ള ഒരു അമ്മയും അവരുടെ മകളുമാണ്. ഈ അമ്മയും മോളും കൂടെ ഇവിടെ താമസിക്കുകയാണ്. ഇവർക്കൊന്ന് പുറത്തോട്ട് പോകാനോ പുറത്തുനിന്ന് അകത്തോട്ട് വരാനോ വഴിയില്ല. അതിന് പറ്റേ കൊണ്ട് കുടിച്ചു വച്ചിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട ആലപ്പുഴ MP ശ്രീ വേണുഗോപാൽ, KC വേണുഗോപാൽ കഴിഞ്ഞ ദിവസം ഇവിടേക്ക് വന്ന് സന്ദർശനം നടത്തി ഉടൻ പരിഹാരം ഉണ്ടാകും എന്ന് പറഞ്ഞിട്ട് പോയാണ്. ഇവർക്കൊന്ന് മലമൂത്ര വിസർജനം ചെയ്യാൻ പോലും പറ്റത്തില്ല. കാരണം ഇത്രയും വെള്ളം ഇങ്ങനെ വന്നു നിന്നിട്ട് വീട് എന്തോ പറയുന്നത്, സെപ്റ്റിക് ടാങ്ക് വരെ നിറഞ്ഞ് വീടിനകത്ത് കക്കൂസിലൂടെ വെള്ളം വരുന്ന ഒരവസ്ഥയാണ്. നോക്കണം എത്ര ശോചനീയമായ അവസ്ഥയിലാണ് ഈ വീട്ടുകാർ, ഈ അമ്മയും മകളും ഇവിടെ താമസിക്കുന്നതെന്ന് കണ്ണുള്ളവന് കണ്ടാൽ മനസ്സിലാവും. ചിലർക്ക് ഇതൊന്നും മനസ്സിലാവില്ല. അവരുടെ ഭക്ഷണം പാകം ചെയ്യുന്ന സ്ഥലമാണ്. ഈ വെള്ളത്തിൽ നിന്നും കട്ടകളൊക്കെ പൊക്കിയെടുത്ത് വെച്ചിട്ട് എന്താവസ്ഥയാണിത്? ഇതൊന്നും റിപ്പോർട്ട് ചെയ്യാനായിട്ട് ഇവിടെയുള്ള ഒരു മാധ്യമവും തയ്യാറാകാത്ത ഇടത്താണ് ഓൺ എയർ ഇത് റിപ്പോർട്ട് ചെയ്യുന്നത്. ഇതിനകത്ത് എന്ത് രാഷ്ട്രീയം നോക്കാനാണ്? ഒരാൾക്ക് അവർക്ക് മനസമാധാനത്തോടുകൂടി സ്വൈര്യ ജീവിതം നയിക്കാൻ പറ്റത്തില്ലെങ്കിൽ അവരെന്ത് ചെയ്യണം? സമനില തെറ്റിപ്പോവും. ആ മാതാവ്, ആ അമ്മ വഴി കിടന്ന് വെള്ളം
മണ്ണ് കെട്ടി കിടക്കുന്നത് കൊണ്ടാകാം വെള്ളം പോകുന്നതെന്ന് കരുതിയിട്ട് വെറുതെ അവിടെ കിടന്ന് പണിയെടുക്കുക. എന്ത് ചെയ്യാൻ പറ്റും? JCBക്ക് ചെയ്യാൻ പറ്റാത്തതാണ് ഒരു അമ്മച്ചി കൈകൊണ്ട് വാരുന്നത്. നോക്കിയേ, ഈ അവസ്ഥ ഭയാനകമായ അവസ്ഥയാണ്. ഇത് കുറേ ദിവസമായിട്ട് ഞങ്ങൾ ഈ വെള്ളക്കെട്ട് ദുരന്തത്തിൽ തന്നെ അനുഭവിക്കുവാണ്. ബാത്റൂമിൽ പോലും പോകാൻ പറ്റാത്ത അവസ്ഥയായിട്ട് 2 ആഴ്ചയായി. ബാത്റൂം മൊത്തം വെള്ളം നിറഞ്ഞ് ക്ലോസറ്റ് എല്ലാം പൊങ്ങി അടുക്കളയിലെല്ലാം കയറിയിട്ട് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഈ വെള്ളത്തിലാണ് എൻ്റെ അമ്മയും ഞാനും നീന്തിക്കൊണ്ടിരിക്കുന്നത്. കാലെല്ലാം ചൊറിഞ്ഞു പൊട്ടുന്നു. വെളിച്ചെണ്ണ തേച്ചാണ് ഈ വെള്ളത്തിൽ ഇറങ്ങുന്നത് തന്നെ. ബ്ലീച്ചിങ് പൗഡർ കുറച്ച് കിട്ടിയായിരുന്നു, അതൊക്കെ ബാത്റൂമിലൊക്കെ വിതറിയിട്ടുണ്ട്. എന്നാലും ബാത്റൂമിലെ അഴുക്ക് മൊത്തം ഈ വെള്ളത്തിലും പെരയുടെ അകത്തും ഒക്കെ ഒഴുകി നടക്കുമായിരുന്നു. ഇന്നലെ രാത്രിയും ബാത്റൂമിൽ പോകാൻ മുട്ടിയിട്ട് നമുക്ക് പോകാൻ പോലും പറ്റാത്ത അവസ്ഥയായി. ഇതിലേ കൂടെയാണ് ഈ വെള്ളം മൊത്തം ഇതിൻ്റെ അകത്ത് കയറിയത്. അകത്തുനിന്ന് ഇറങ്ങി, പക്ഷെ അകത്ത് മൊത്തം ഈ വേസ്റ്റ് പൊങ്ങി കിടക്കുന്നുണ്ട്. ഈ അഴുക്ക് വെള്ളമാണ് അടുക്കളയിലോട്ട് കയറിയത്. ഒരു വെള്ളം പോകാനായിട്ടൊരു വഴി ഇത് ചെയ്യുവാണെങ്കിൽ മറ്റുള്ള വീടുകൾക്കും അവർക്ക് പോകാനും വരാനുള്ളൊരു വഴിയും അവിടുന്ന് വെള്ളം പോകാനുള്ളൊരു സംവിധാനം ചെയ്താലേ നമുക്ക് അതിൻ്റെ ഒരു ഗുണം ഉണ്ടാവും. വെറുതെ ഒരു കുഴി കുഴിച്ച് അവരങ്ങോട്ട് പോയി ആൾക്കാർക്ക് വരാനും പോകാനും പിന്നെ ചാടി വേണം. ഒരു കല്ല് കിടക്കണോണ്ട് നമുക്കിവിടെ പണിക്ക് വരാൻ പറ്റും. ഞാനൊരു ഇടതുപക്ഷ കക്ഷിയാണ്, പക്ഷേ ഞാനിവിടെ രാഷ്ട്രീയം നോക്കിയൊന്നുമല്ല ഓരോ വീട്ടിലും കയറി സഹകരിക്കുന്നത്. എൻ്റെ അമ്മയുടെ എൻ്റെ അവസ്ഥ ഈ നാട്ടുകാർക്ക് മൊത്തം അറിയാം. ഞങ്ങൾക്കൊരു ആരെങ്കിലും ഒന്നൊന്ന് സഹായിക്കാൻ പോലും ആരുമില്ല. ഞാനിപ്പോൾ ഒരു DYFI ബ്ലോക്ക് കമ്മിറ്റി അംഗം കൂടെയാണ്. ഇനിയിപ്പോൾ ഇവിടെ ഇനി രാഷ്ട്രീയപരമായാണോ ഇടപെടാത്തതെന്ന് പോലും എനിക്കറിയത്തില്ല. കാരണം കൗൺസിലർ അവർക്ക് വേണ്ടപ്പെട്ട ആൾക്കാർക്ക് മാത്രമാണ് ഇപ്പം വഴി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ എത്ര പ്രാവശ്യം പറഞ്ഞിട്ട് ഇപ്പം കുഴൽ കൊണ്ടുപോകാം, അന്നെങ്കിൽ ഇട്ട് തരാം, JCB പൈസ മുടക്കിയാണ് ഇടുന്നത് എന്നുള്ള രീതിയിലൊക്കെയാണ് സംസാരിക്കുന്നത്. ഒന്ന് മണ്ണ് വെട്ടിക്കൊടുക്കാൻ പോലും നമുക്ക് ഇവിടെ ആരുമില്ല. മണ്ണ് എല്ലായിടത്തും വെട്ടിക്കൊടുത്തിട്ടാണ് ഒഴുകുന്നതെന്നാണ് കൗൺസിലർ പറയുന്നത്. പക്ഷേ വെട്ടിക്കൊടുക്കാൻ നമുക്ക് പറ്റത്തില്ല. എനിക്കിപ്പോൾ ഒറ്റക്കിറങ്ങി മണ്ണ് വെട്ടി ഒഴുക്കി വിടാനൊന്നും പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഇവിടെ രാഷ്ട്രീയപരമായോ അല്ലെങ്കിൽ മതപരമായോ അല്ലല്ലോ. ഒരാൾ വെള്ളത്തിൽ മുങ്ങി ചാകാറായി കിടക്കുമ്പോഴത്തേക്ക് അവർക്ക് ബാത്റൂമിൽ പോലും പോകാൻ വയ്യാത്ത അവസ്ഥ വരുമ്പം അത് മുൻകൈ എടുത്ത് വേണ്ടേ നമ്മുടെ വെള്ളമല്ലേ വീട്ടിൽ ഒഴുക്കി വിടേണ്ടത്. വഴി പിന്നീടാണെങ്കിലും നമുക്ക് ഒരുക്കാം. നമുക്ക് വഴിയെക്കാട്ടിലും പ്രധാനമായിട്ട് വെള്ളം ഒഴുകിപ്പോണ സജ്ജീകരണം എത്രയും പെട്ടെന്ന് ഉണ്ടാകണം. പിന്നെ അതോടൊപ്പം തന്നെ നമുക്ക് ഒരു അസുഖം വന്ന റോഡിലോട്ട് എൻ്റെ അമ്മേനെ ആണെങ്കിലും എത്തിക്കണമെങ്കിൽ ഒരു വഴി അത്യാവശ്യമാണ്. അത് നല്ല താഴത്തിൽ കുഴിയെടുത്ത് ഒരു കുഴലിട്ടതിന് ശേഷം മണ്ണിട്ട് മൂടിയെങ്കിൽ മാത്രമേ നമുക്ക് വഴി ഒഴുക്കാൻ പറ്റത്തുള്ളൂ.